നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,434ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട് കർക്കടക മാസം 27 തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണ മാസം 21 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 12 തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ തൃതീയ തിഥിയാണ് ഉദയത്തിനുള്ളത്. അത് 8:41 വരെയുള്ള സമയത്താണ് തൃതീയ. അതിനുശേഷം ചതുർത്ഥി തുടങ്ങും. കരണം വരുന്നത് വിഷ്ടികരണമാണ്. രാവിലെ 8:41 വരെയാണ് വിഷ്ടികരണം. നിത്യയോഗം വരുന്നത് സുകർമ്മനാമ നിത്യയോഗമാണ്. അത് വൈകിട്ട് 6:53 വരെയുണ്ട്. ഇന്ന് നാൾ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. അത് രാവിലെ 11:51 വരെയുള്ള സമയത്താണ് പൂരുരുട്ടാതി. അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേലയാണ്. ഇന്ന് ദിവസം ചൊവ്വയുടെ കുജന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:19 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വൈകിട്ട് 6:41 7 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യ കേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ്. തെക്കോട്ടോ വടക്കോട്ടോ പോകുന്തോറും ഇതിന് സമയം അല്പസ്വല്പം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇന്ന് ദിനമാനം വരുന്നത് 12 മണിക്കൂർ 22 മിനിറ്റ് 5 പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഈ ദിനമാനം അഥവാ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:35 തുടങ്ങി 5:08 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്ന ഉച്ച കഴിഞ്ഞ് 12:30 മുതൽക്ക് 2:02 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് 9:24 മുതൽക്ക് 10:57 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ മകം, പൂരം, ഉത്രത്തിൽക്കാല് അഥവാ ഉത്രം നക്ഷത്രം. ഈ 3 നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ ഇവയൊക്കെ ഇവർ വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് മധ്യഭാഗം വർജിച്ചിട്ട് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും അന്നേ ദിവസം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ എന്തെങ്കിലും തുടങ്ങേണ്ടതുണ്ടെങ്കിൽ ഇതൊരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ശില്പം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ജലവാഹനം ഉണ്ടാക്കുക, അതുപോലെ സാഹസികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, വൃക്ഷഛേദനം മുതലായിട്ടുള്ള ചെയ്യുക, കച്ചവടം, അതുപോലെ ഒട്ടകം, മഹിഷം, പോത്ത് ഇതിൻ്റെയൊക്കെ കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. തൃതീയ തിഥിയാണ്. തൃതീയ തിഥി എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളതാണ്. അന്നപ്രാശനം, സംഗീത വിദ്യാരംഭം, സീമന്തം, വിവാഹം, കാര്യാരംഭം, ഭൂഷണം, പുതിയ ഭൂഷണങ്ങൾ ധരിക്കുക, വ്രതം, പ്രതിഷ്ഠ മുതലായിട്ടുള്ളവ ഒക്കെ അനുകൂലമാണ്. എന്നാൽ നക്ഷത്രം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇതിനൊന്നും ശുഭമായിട്ടുള്ള അവസ്ഥ ഇല്ല. നമസ്കാരം.